നമസ്കാരം, ടേക്കി ക്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കേരളത്തിലെ നദികൾ എന്നൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരളം ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണിത്. ഈ ക്ലാസ്സിന്റെ PDF നോട്ട് ആവശ്യമുള്ളവർക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ അത് അവൈലബിൾ ആയിരിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ 10th പ്രിലിംസിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ അതിലിട്ടിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളത്തിലെ നദികൾ. ആദ്യം നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട നദികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പോയിന്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യത ഇതുവരെയുള്ള എക്സാമിന് ചോദിച്ച കാര്യങ്ങളും പോയിന്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പിനേക്കാളും പഠിക്കാൻ ഈസി ആയിരിക്കും പോയിന്റ് ആയിട്ട് കൊടുത്തതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ പോയിന്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ടൈപ്പിനേക്കാളും പഠിക്കാൻ ഈസി ആയിരിക്കും പോയിന്റ് വൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലെ നദികൾ. നദികളുടെയും കായലുകളുടെയും നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ പ്രധാന നദികളുടെയും ഉത്ഭവ സ്രോതസ്സാണ് പശ്ചിമഘട്ടം. കേരള സർക്കാരിന്റെ അഭിപ്രായത്തിൽ 15 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു നീർച്ചാലിനെ നദിയായി കണക്കാക്കുന്നു. നദികളുടെയും കായലുകളുടെയും നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ പ്രധാന നദികളുടെയും ഉത്ഭവം പശ്ചിമഘട്ടമാണ്. കേരള സർക്കാരിന്റെ അഭിപ്രായത്തിൽ 15 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു നീർച്ചാലിനെ നദിയായി കണക്കാക്കുന്നു. കേരളത്തിൽ 44 നദികളുണ്ട്. ഇതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമാണ്. അപ്പോൾ 15 കിലോമീറ്ററിലധികം നീളമുള്ള നീർച്ചാലുകളെയാണ് നദികളായി കണക്കാക്കുന്നത്. അതിൽ അങ്ങനെയുള്ള 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും 3 കിഴക്കോട്ട് ഒഴുകുന്നതുമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ഈ നദികൾ കാവേരി നദിയുടെ പോഷക നദികളാണ്. കബനി വയനാട്ടിലൂടെ കർണാടകയിലേക്ക് ഒഴുകുന്നു. ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. 100 കിലോമീറ്ററിലധികം നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴ. ഇത് 4 ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട്. കേരളത്തിൽ മിക്ക നദികളും അറബിക്കടലിൽ പതിക്കുന്നു. പെരിയാറും ഭാരതപ്പുഴയും മാത്രമാണ് കേരളത്തിലെ 200 മീറ്ററിലധികം നീളമുള്ള നദികൾ. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നിങ്ങനെ 150 കിലോമീറ്ററിലധികം നീളമുള്ള 4 നദികൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ 20 കിലോമീറ്ററിൽ താഴെ നീളമുള്ള നദികൾ അരിയൂർ, രാമപുരം നദി, മഞ്ചേശ്വരം നദി എന്നിവയാണ്. അരിയൂർ നദിക്ക് 17 കിലോമീറ്റർ നീളവും രാമപുരം നദിക്ക് 19 കിലോമീറ്റർ നീളവും മഞ്ചേശ്വരം നദിക്ക് 16 കിലോമീറ്റർ നീളവുമാണ് ഉള്ളത്. അപ്പം നദിയെക്കുറിച്ചുള്ള കോമൺ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. കേരളം അറിയപ്പെടുന്നത് നദികളുടെയും കായലുകളുടെയും നാട് എന്നാണ്. പിന്നെ കേരളത്തിലെ എല്ലാ പ്രധാന നദികളുടെയും ഉത്ഭവ സ്രോതസ് പശ്ചിമഘട്ടമാണ്. നമ്മൾ ഭൂപ്രകൃതി വിഭാഗം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലനാട്ടിൽ നിന്നാണ് എല്ലാ നദികളും ഉത്ഭവിക്കുന്നതെന്ന്. അപ്പോൾ പശ്ചിമഘട്ടമാണ് എല്ലാ പ്രധാന നദികളുടെയും ഉത്ഭവ സ്രോതസ്. കേരള സർക്കാരിന്റെ അഭിപ്രായത്തിൽ 15 കിലോമീറ്റർ അധികം നീളമുള്ള ഒരു നീർച്ചാലിനെയാണ് നദിയായി കണക്കാക്കുന്നത്. അങ്ങനെ 44 നദികളാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഇതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും 3 കിഴക്കോട്ട് ഒഴുകുന്നതുമാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. കബനി വയനാട്ടിലൂടെ കർണാടകയിലേക്കും ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകുന്നത്. ഈ 3 നദികളും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പോഷക നദികളാണ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴ. ഇത് 4 ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട്. കേരളത്തിലെ മിക്ക നദികളും അറബിക്കടലിലാണ് പതിക്കുന്നത്. പെരിയാറും ഭാരതപ്പുഴയും മാത്രമാണ് കേരളത്തിലെ 200 കിലോമീറ്ററിലധികം നീളമുള്ള നദികൾ. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നിങ്ങനെ 150 കിലോമീറ്ററിലധികം നീളമുള്ള 4 നദികൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ 20 കിലോമീറ്ററിൽ താഴെ നീളമുള്ള നദികൾ അരിയൂർ നദി, രാമപുരം നദി, മഞ്ചേശ്വരം നദി എന്നിവയാണ്. ഇനി അടുത്തത് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദി നെയ്യാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴയാണ്. അവ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയുമാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയും ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാറുമാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നദികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പെരിയാർ.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദിയും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി എന്നിവയും പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടികളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഇത് ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിലേക്കും ഒടുവിൽ അറബിക്കടലിലേക്കും പതിക്കുന്നു. ആലുവ പുഴ, കാലടി പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഇത് ആലുവയിൽ നിന്ന് മാർത്താണ്ഡൻ നദിയായും മംഗലം പുഴയായും വിഭജിക്കുന്നു. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന പെരിയാറിന്റെ പഴയ പേരാണ് ചൂർണി. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികളാണ് പെരിയാർ, പമ്പ എന്നിവ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. പെരിയാർ പതിക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. ഇപ്പോൾ പെരിയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ മലിനമായിരിക്കുന്നു. ഏലൂർ വ്യവസായ മേഖലയിലെ വ്യവസായശാലകൾ പെരിയാറിലേക്കാണ് മാലിന്യം തള്ളുന്നത്. ആലുവ, കാലടി, മലയാറ്റൂർ, നേരിയമംഗലം എന്നിവ പെരിയാറിന്റെ തീരത്തുള്ള പ്രശസ്തമായ സ്ഥലങ്ങളാണ്. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ എന്നിവ. 6 പോഷക നദികളാണ് പ്രധാന പോഷക നദികളാണ് പെരിയാറിനുള്ളത്. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ എന്നിവ. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിയമംഗലം, ലോവർ പെരിയാർ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികൾ. പെരിയാറിലെ അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാർ, ഭൂതത്താൻകെട്ട്, മാട്ടുപ്പെട്ടി, മൂന്നാർ, ചെറുതോണി, കുളമാവ്, ഇരട്ടയാർ, ഇടമലയാർ, ആനയിറങ്കൽ, പൊന്മുടി എന്നിവ. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ. 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം പെരിയാറ്റിൽ ഉണ്ടായ വർഷമാണ് 1924. കൊല്ലവർഷം 1099 ഉണ്ടായത് കാരണമാണ് ഇതിനെ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെരിയാർ നദിയെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഒന്നും കൂടി നോക്കാം. പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദിയും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള കേരളത്തിലെ നദിയാണിത്. 6 പ്രധാന പോഷക നദികളെ ഇപ്പോൾ നമ്മൾ നോക്കി. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദിയും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദിയും പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടികളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടികളിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. ഇത് ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിലേക്കും ഒടുവിൽ അറബിക്കടലിലേക്കും പതിക്കുന്നു. ആലുവ പുഴ, കാലടി പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഇത് ആലുവയിൽ നിന്ന് മാർത്താണ്ഡൻ നദിയായും മംഗലം പുഴയായും വിഭജിക്കുന്നു. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന പെരിയാറിന്റെ പഴയ പേരാണ് ചൂർണി. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികളാണ് പെരിയാർ, പമ്പ എന്നിവ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. പെരിയാർ പതിക്കുന്ന കായല് വേമ്പനാട്ട് കായലാണ്. ആലുവ, കാലടി, മലയാറ്റൂർ, നേരിയമംഗലം എന്നിവ പെരിയാറിന്റെ തീരത്തുള്ള പ്രശസ്തമായ സ്ഥലങ്ങളാണ്. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാർ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിപ്പുഴ എന്നിവ. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിയമംഗലം, ലോവർ പെരിയാർ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികൾ. പെരിയാറിലെ അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാർ, ഭൂതത്താൻകെട്ട്, മാട്ടുപ്പെട്ടി, മൂന്നാർ, ചെറുതോണി, കുളമാവ്, ഇരട്ടയാർ, ഇടമലയാർ, ആനയിറങ്കൽ, പൊന്മുടി എന്നിവ. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പെരിയാർ. 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം പെരിയാറ്റിൽ ഉണ്ടായ വർഷമാണ് 1924. കൊല്ലവർഷം 1099 ഉണ്ടായത് കാരണമാണ് ഇതിന് 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. അപ്പോൾ പെരിയാർ നദിയെക്കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഇതിന് ഏകദേശം 209 കിലോമീറ്റർ നീളമുണ്ട്. തമിഴ്നാട്ടിലെ ആനമലയിലെ ത്രിമൂർത്തി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അമരാവതി പുഴ
പാലക്കാട് ജില്ലയിലെ പറളിയിൽ കൽപ്പാത്തിപ്പുഴയുമായി ചേർന്ന് ഭാരതപ്പുഴയായി മാറുന്നു. അപ്പൊ തമിഴ്നാട്ടിലെ ആനമലയിലെ ത്രിമൂർത്തി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അമരാവതി പുഴയാണ് പാലക്കാട് ജില്ലയിലെ പറളിയിൽ കൽപ്പാത്തിപ്പുഴയുമായി ചേർന്ന് ഭാരതപ്പുഴയായി മാറുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലെത്തുന്ന ഭാരതപ്പുഴ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. തമിഴ്നാട്ടിലെ ആനമലയിലെ ത്രിമൂർത്തി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അമരാവതി പുഴയാണ് പാലക്കാട് ജില്ലയിലെ പറളിയിൽ വെച്ച് കൽപ്പാത്തിപ്പുഴയുമായി ചേർന്ന് ഭാരതപ്പുഴയായി മാറുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകിയാണ് ഭാരതപ്പുഴ കേരളത്തിലെത്തുന്നത്. ഇത് പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട്. ഭാരതപ്പുഴയുടെ ഒരു പ്രധാന കൈവഴിയാണ് കണ്ണാടിപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. കേരള ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ കൈവഴിയായി കുന്തിപ്പുഴ കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദിയാണ്. 40 കിലോമീറ്ററോളം ദൂരത്തിൽ പൊള്ളാച്ചി വരെ വടക്കോട്ടും ഈ പുഴ ഒഴുകുന്നുണ്ട്. പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ നിള എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് ധാരാളം പേരുകളുണ്ട്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു, പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു, കേരള ഗംഗ എന്നറിയപ്പെടുന്നു, പിന്നെ നിള എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പേര് ശോകനാശിനി പുഴ എന്നും അറിയപ്പെടുന്നു. ചിറ്റൂരിൽ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ പേര് നൽകിയത്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. കേരള കലാമണ്ഡലം, ചെറുതുരുത്തിയിലുള്ള കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മാമാങ്കത്തിന് പേരുകേട്ട തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ നടന്നു വന്നിരുന്ന മാമാങ്കത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അത് തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നിരുന്നത്. ഈ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് പേരാർ എന്ന പേരിലാണ്. പേരാർ, കോരയാർ, വരട്ടാർ, വാളയാർ എന്നീ ശുദ്ധ ദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ, നില, ഗായത്രി, മംഗലം നദി എന്നീ സംസ്കൃത നാമങ്ങളും ഈ നദിക്കുണ്ട്. അപ്പോൾ പേരാർ, കോരയാർ, വരട്ടാർ, വാളയാർ എന്ന ശുദ്ധ ദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ, നില, ഗായത്രി, മംഗലം നദി എന്നീ സംസ്കൃത നാമങ്ങളും ഭാരതപ്പുഴയ്ക്കുണ്ട്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, കുന്തിപ്പുഴ എന്നിവ. ഗായത്രിപ്പുഴയുടെ ഉപനദികളാണ് മംഗലം, അയലൂർ, വണ്ടാഴി, മീങ്കര, ചുള്ളിയാർ എന്നിവ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, കുന്തിപ്പുഴ എന്നിവ. അതിലെ ഗായത്രിപ്പുഴയുടെ ഉപനദികളാണ് മംഗലം, അയലൂർ, വണ്ടാഴി, മീങ്കര, ചുള്ളിയാർ എന്നിവ. കണ്ണാടിപ്പുഴയുടെ ഉപനദികളാണ് പാലാറ്, ആളിയാർ എന്നിവ. കൽപ്പാത്തിപ്പുഴയുടെ ഉപനദികളാണ് കൊറയാർ, വരട്ടാർ, വാളയാർ, മലമ്പുഴ എന്നിവ. തൂതപ്പുഴയുടെ പ്രധാന ഉപനദികളാണ് കുന്തിപ്പുഴ, കാഞ്ഞിരപ്പുഴ, അമ്പൻകടവ് പുഴ, തുപ്പനാട്ടുപുഴ എന്നിവ. ഈ തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. തൂതപ്പുഴ അവിടെ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. അത് ഓർത്ത് വയ്ക്കുക, മാറിപ്പോകരുത്. തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം തൃശ്ശൂരിലെ മായന്നൂരാണ്. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴയുടെ മറ്റൊരു പേരാണ് ചിറ്റൂർ പുഴ എന്നത്. അടുത്തത് ഭാരതപ്പുഴയിലെ അണക്കെട്ടുകളാണ് മലമ്പുഴ അണക്കെട്ട്, വാളയാർ അണക്കെട്ട്, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ അണക്കെട്ട്, തിരുമൂർത്തി അണക്കെട്ട്, ആളിയാർ ഡാം, മേലെ അലിയാർ, ചിറ്റൂർ പുഴ ഡാം, കാഞ്ഞിരപ്പുഴ ഡാം എന്നിവ. ഇനി നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്ന കവി P കുഞ്ഞിരാമൻ നായർ. മിനി പമ്പ എന്ന് കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. മിനി പമ്പ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ എവിടെ വെച്ചാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തത്? തിരുനാവായ വെച്ചിട്ടാണ്. അവ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം കേരളത്തിൽ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തിട്ടുണ്ട്. അത് തിരുനാവായ വെച്ചാണ് നിമജ്ജനം ചെയ്തത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ ജന്മദേശം തിരുനാവായയാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി രചിച്ച പ്രസിദ്ധമായ കൃതിയാണ് നാരായണീയം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ.
ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൽ ഏകദേശം 209 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ ത്രിമൂർത്തി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അമരാവതി പുഴയാണ് പാലക്കാട് ജില്ലയിലെ പറളയിൽ കൽപ്പാത്തിപ്പുഴയുമായി ചേർന്ന ഭാരതപ്പുഴയായി മാറുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലെത്തുന്ന നദിയാണ് ഭാരതപ്പുഴ. ഇത് പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ ഒഴുകുന്നു. ഭാരതപ്പുഴയുടെ ഒരു പ്രധാന കൈവഴിയാണ് കണ്ണാടിപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയും ഭാരതപ്പുഴയാണ്. കേരള ഗംഗ, പൊന്നാനിപ്പുഴ, കേരളത്തിന്റെ നൈൽ, ശോകനാശിനി പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ കൈവഴിയായി കുന്തിപ്പുഴ കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദിയാണ്. 40 കിലോമീറ്ററോളം ദൂരത്തിൽ പൊള്ളാച്ചി വരെ വടക്കോട്ടും ഈ പുഴ ഒഴുകുന്നുണ്ട്. പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ ഒഴുകുന്ന ഭാരതപ്പുഴ നിള എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ചിറ്റൂരിൽ ശോകനാശിനി പുഴ എന്നാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ പേര് നൽകിയത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മാമാങ്കത്തിന് പേരുകേട്ട തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് പേരാർ എന്ന പേരിലാണ്. പേരാർ, കോരയാർ, വരട്ടാർ, വാളയാർ എന്നീ ശുദ്ധ ദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ, നിള, ഗായത്രി, മംഗലം നദി എന്നീ സംസ്കൃത നാമങ്ങളും ഈ നദിക്കുണ്ട്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, കുന്തിപ്പുഴ എന്നിവ. ഗായത്രിപ്പുഴയുടെ ഉപനദികളാണ് മംഗലം, അയലൂർ, വണ്ടാഴി, മീങ്കര, ചുള്ളിയാർ എന്നിവ. കണ്ണാടിപ്പുഴയുടെ ഉപനദികളാണ് പാലാർ, ആളിയാർ എന്നിവ. കൽപ്പാത്തിപ്പുഴയുടെ ഉപനദികളാണ് കൊറയാർ, വരട്ടാർ, വാളയാർ, മലമ്പുഴ എന്നിവ. തൂതപ്പുഴയുടെ പ്രധാന ഉപനദികളാണ് കുന്തിപ്പുഴ, കാഞ്ഞിരപ്പുഴ, അമ്പൻകടവുപുഴ, തുപ്പനാട്ടുപുഴ എന്നിവ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് തൃശൂരിലെ മായന്നൂർ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴയുടെ മറ്റൊരു പേരാണ് ചിറ്റൂർ പുഴ. ഭാരതപ്പുഴയിലെ അണക്കെട്ടുകളാണ് മലമ്പുഴ അണക്കെട്ട്, വാളയാർ അണക്കെട്ട്, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ അണക്കെട്ട്, തിരുമൂർത്തി അണക്കെട്ട്, ആളിയാർ ഡാം, മേലയാലിയാർ, ചിറ്റൂർ പുഴ ഡാം, കാഞ്ഞിരപ്പുഴ ഡാം എന്നിവ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന കവി P കുഞ്ഞിരാമൻ നായരാണ്. മിനി പമ്പ എന്ന് അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവയുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമഞ്ജനം ചെയ്തിട്ടുണ്ട്. അത് തിരുനാവായ വെച്ചാണ് നിമഞ്ജനം ചെയ്തത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ ജന്മദേശം തിരുനാവായയാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി രചിച്ച പ്രസിദ്ധമായ കൃതിയാണ് നാരായണീയം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭാരതപ്പുഴയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം. പമ്പ നദി കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ നദി. 176 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. തിരുവിതാംകൂറിന്റെ ജീവനാഡി, ദക്ഷിണ ഭാഗീരഥി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധമുള്ളതിനാലാണ് പമ്പയെ ദക്ഷിണ ഭാഗീരഥി എന്ന് വിളിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ പീരുമേട് പീഠഭൂമിയിലെ പുലച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത്. ശബരിമല, എടത്വ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പ. പശ്ചിമഘട്ടത്തിലെ പീരുമേട് പീഠഭൂമിയിലെ പുലച്ചിമലയിൽ നിന്നാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ശബരിമല സ്ഥിതി ചെയ്യുന്നതും എടത്വ പള്ളി സ്ഥിതി ചെയ്യുന്നതും പമ്പ നദിയുടെ തീരത്താണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് കേരളത്തിലെ പമ്പ. പമ്പ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പാ തീരത്താണ്. ശബരി, കക്കാട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരമാണ് പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. അപ്പൊ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. വേറൊരു വള്ളംകളി കൂടി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നെഹ്റു ട്രോഫി വള്ളംകളി. അത് നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. അപ്പോൾ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. നെൽവയലുകൾക്കും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും പേരുകേട്ടതാണ് കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന അക്ഷാംശമുള്ള പ്രദേശമാണിത്. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്.
കുട്ടനാടിന്റെ സംരക്ഷണത്തിനായാണ് തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം തടയണയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്നും കേരളത്തിന്റെ മീൻ പാത്രം എന്നും അറിയപ്പെടുന്നു. കേഴ്സൺ പ്രഭു കുട്ടനാടിനെ കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അച്ചൻകോവിൽ, പമ്പ, മണിമല, മീനച്ചിൽ, മൂവാറ്റുപുഴ എന്നിവയാണ് കുട്ടനാടിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. അച്ചൻകോവിലാറ്, പമ്പ, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴ എന്നിവ കുട്ടനാടിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ്. കായൽ ടൂറിസത്തിനും ഹൗസ് ബോട്ട് ടൂറിസത്തിനും കുട്ടനാട് പ്രസിദ്ധമാണ്. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് കക്കിപ്പുഴ, അഴുതപ്പുഴ, കല്ലാർ എന്നിവ. അപ്പോൾ ഇതൊക്കെയാണ് പമ്പ നദിയെക്കുറിച്ച് പറഞ്ഞത്. നമുക്കൊന്നുകൂടി നോക്കാം. പമ്പ നദി കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ്. 176 കിലോമീറ്ററാണ് പമ്പ നദിയുടെ നീളം. തിരുവിതാംകൂറിന്റെ ജീവനാഡി, ദക്ഷിണ ഭാഗീരഥി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധമുള്ളതിനാലാണ് പമ്പയെ ദക്ഷിണ ഭാഗീരഥി എന്ന് വിളിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ പീരുമേട് പീഠഭൂമിയിലെ പുലച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത്. അപ്പൊ പീരമേട് പീഠഭൂമിയിലെ പുലച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച പമ്പ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ശബരിമല, എടത്വപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദിയാണ് പമ്പ. പമ്പ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പ നദീതീരത്താണ്. ശബരി, കക്കാട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരമാണ് പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പ നദിയിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. നെൽവയലുകൾക്കും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും പേരുകേട്ടതാണ് കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന അക്ഷാംശമുള്ള പ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. കുട്ടനാടിന്റെ സംരക്ഷണത്തിനായി തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം തടയണയും നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്നും മീൻ പാത്രം എന്നും അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു കുട്ടനാടിനെ കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അച്ചൻകോവിലാറ്, പമ്പ, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴ എന്നിവ കുട്ടനാടിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ്. കായൽ ടൂറിസത്തിനും ഹൗസ് ബോട്ട് ടൂറിസത്തിനും കുട്ടനാട് പ്രസിദ്ധമാണ്. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് കക്കിപ്പുഴ, അഴുതപ്പുഴ, കല്ലാർ എന്നിവ. അടുത്തത് ചാലിയാർ നദി. ചാലിയാർ നദി കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ്. അതിന്റെ ആകെ നീളം 169 കിലോമീറ്റർ ആണ്. ചൂളിക നദി, നിലമ്പൂർ നദി അല്ലെങ്കിൽ ബേപ്പൂർ നദി എന്നൊക്കെ ഈ നദി അറിയപ്പെടുന്നുണ്ട്. നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇളമ്പലേരി മലനിരകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ചാലിയാർ നദീ തീരങ്ങൾ പ്രകൃതിദത്തമായ സ്വർണ്ണപ്പാടങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇത് ബേപ്പൂർ തുറമുഖത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. നിലമ്പൂരിലെ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ചെറുപുഴ, ഇരവഴിഞ്ഞിപ്പുഴ, കുറുമ്പൻപുഴ, കാഞ്ഞിരപ്പുഴ, പുന്നപ്പുഴ, കരിമ്പുഴ, വടപുരം പുഴ, ചാലിയാർ പുഴ എന്നിവയാണ് ഇതിന്റെ പ്രധാന കൈവഴികൾ. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് ഇരവഴിഞ്ഞിപ്പുഴ. ഇന്ന് നിന്റെ മൊയ്തീൻ സിനിമയിലെ പ്രശസ്തമായ ഡയലോഗൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഇത് മുക്കത്തുകൂടി ഒഴുകുന്ന നദിയാണ്. കൂടാതെ SK പൊറ്റക്കാട് രചിച്ച നാടൻ പ്രേമം എന്ന വിഖ്യാത നോവലിലും ഇരവഴിഞ്ഞിപ്പുഴയെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ നോവലിന്റെ കാര്യമൊക്കെ ഓർത്തു വെക്കുക. അതൊക്കെ ചിലപ്പോൾ PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിൽ പരാമർശിക്കുന്ന പുഴ ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്തു വയ്ക്കുക. നിലമ്പൂർ, ഇടവണ്ണ, മാവൂർ, ഫറോക്ക്, ബേപ്പൂർ എന്നിവ ചാലിയാറിന്റെ തീരത്തെ പ്രശസ്തമായ സ്ഥലങ്ങളാണ്. അപ്പോൾ ചാലിയാർ നദിയെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. ചാലിയാർ നദി കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ്. 169 കിലോമീറ്ററാണ് ചാലിയാർ നദിയുടെ നീളം. ചാലിയാർ നദി ചൂളിക നദി, നിലമ്പൂർ നദി, ബേപ്പൂർ നദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നീലഗിരി ജില്ലയിലെ ഇളമ്പലേരി മലനിരകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. പ്രകൃതിദത്തമായ സ്വർണ്ണപ്പാടങ്ങൾക്ക് പേരുകേട്ടതാണ് ചാലിയാർ നദിയുടെ തീരങ്ങൾ. ഇത് ബേപ്പൂർ തുറമുഖത്ത് വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്. നിലമ്പൂരിലെ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ചെറുപുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, കുറുമ്പൻപുഴ, കാഞ്ഞിരപ്പുഴ, പുന്നപ്പുഴ, കരിമ്പുഴ, വടപുരം പുഴ, ചാലിയാർ പുഴ എന്നിവയാണ് ഇതിന്റെ പ്രധാന കൈവഴികൾ. ഇരവഴിഞ്ഞിപ്പുഴ എന്നതിന്റെ മൊയ്തീൻ എന്ന സിനിമയിലും കൂടാതെ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുഴയാണ്. നിലമ്പൂർ, ഇടവണ്ണ, മാവൂർ, ഫറോക്ക്, ബേപ്പൂർ എന്നിവ ചാലിയാറിന്റെ തീരത്തെ പ്രശസ്തമായ സ്ഥലങ്ങളാണ്. അടുത്തത് ചാലക്കുടി പുഴ. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രമുഖ നദിയാണ് ചാലക്കുടി പുഴ. ഇന്ത്യയിലെ ഏറ്റവും ജൈവവൈവിധ്യമാർന്ന പുഴയാണ് ഇത്. 144 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ 5ാമത്തെ വലിയ നദിയാണ് ചാലക്കുടി പുഴ. 144 കിലോമീറ്ററിൽ പെരിയാറിന്റെ ഭാഗമാണ് 14 കിലോമീറ്റർ.
ചാലക്കുടി പുഴ പെരിയാറിൽ ചേരുന്നുണ്ട്. അപ്പോൾ ആ പെരിയാറിൻ്റെ ഭാഗത്ത് ചേരുന്ന 14 കിലോമീറ്റർ കൂടി ചേർത്ത് 144 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ 5ാമത്തെ നദിയാണ് ചാലക്കുടി പുഴ. ഈ നദിയിലെ മത്സ്യങ്ങളുടെ വൈവിധ്യവും ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പട്ടണത്തിൽ കൂടി ഒഴുകുന്നു. ആനമല നിരകളുടെ തമിഴ്നാട്ടിന്റെ ഭാഗത്താണ് ഇതിന്റെ ഉത്ഭവം. അപൂർവമായി കാണാറുള്ള ഒരു ഓക്സ്ബോ തടാകം ഈ നദിയിൽ വൈന്തലയ്ക്കടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നദിയിൽ, അതായത് ചാലക്കുടി പുഴയിലെ വൈന്തല പറഞ്ഞ സ്ഥലത്തുണ്ട്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. നദിയുടെ വിസ്തീർണം 1704 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിൽ 1404 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലും ബാക്കി 300 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമാണ്. പാലക്കാട് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കരിയൻകുറ്റി കരപ്പാറ ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയുടെയും അസംഖ്യം വരുന്ന ജൈവജാലങ്ങളുടെയും വിനാശത്തിന് കാരണമായേക്കാം എന്നത് ഒരു വൻ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് ചാലക്കുടി പുഴയുടെ ആദ്യഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തി ഒരു മത്സ്യസംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്യുകയുണ്ടായി. 104 ഇനം മത്സ്യങ്ങളെ കണ്ടെത്തിയിട്ടുള്ളതിൽ 9 എണ്ണം വംശനാശ ഭീഷണി നേരിടുന്നതും 22 എണ്ണം എപ്പോൾ വേണമെങ്കിലും ഭീഷണി ഉണ്ടാകാവുന്നവയുമാണ്. 11 ഇനങ്ങൾ ഭീഷണിയുടെ വക്കിലാണ്. നദി അതിന്റെ പൂർണ്ണരൂപം എടുക്കുന്നത് പറമ്പിക്കുളം, കുരിയാക്കുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ ചെറിയ പോഷക നദികൾ ചേരുമ്പോഴാണ്. പ്രശസ്തമായ ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിലാണ്. അപ്പം ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികളാണ് പറമ്പിക്കുളം, കുരിയാക്കുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നിവ. പ്രശസ്തമായ ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം, തൃശ്ശൂർ ജില്ലകൾക്കിടയ്ക്കുള്ള എളന്തിക്കരയിൽ വെച്ച് പെരിയാർ നദിയിൽ ലയിക്കുകയും പിന്നീട് അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ മറ്റേതൊരു നദിയുമായും ചേരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണിത്. 130 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നു. ഷോളയാർ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതികൾ ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചാലക്കുടി പുഴയെക്കുറിച്ച് നോക്കാം. ചാലക്കുടി പുഴ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രമുഖ നദിയാണ് ചാലക്കുടി പുഴ. ഇന്ത്യയിലെ ഏറ്റവും ജൈവവൈവിധ്യമാർന്ന പുഴയാണിത്. 144 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴ കേരളത്തിലെ 5ാമത്തെ വലിയ നദിയാണ്. ഈ നദിയിലെ മത്സ്യങ്ങളുടെ ജൈവവൈവിധ്യം ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും പ്രത്യേകതയുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പട്ടണത്തിൽ കൂടി ഒഴുകുന്ന പുഴയാണ് ചാലക്കുടി പുഴ. ആനമല നിരകളുടെ തമിഴ്നാട്ടിന്റെ ഭാഗത്താണ് ഇതിന്റെ ഉത്ഭവം. അപൂർവമായി കാണാറുള്ള ഒരു ഓക്സ്ബോ തടാകം ഈ നദിയിൽ വൈന്തലയ്ക്കടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാലക്കാട് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന കരിയക്കുറ്റി കരപ്പാറ ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയ്ക്ക് ഭീഷണിയാവുമെന്ന പേരിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് ചാലക്കുടി പുഴയുടെ ആദ്യഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തി ഒരു മത്സ്യ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. നദി അതിന്റെ പൂർണ്ണരൂപം എടുക്കുന്നത് പറമ്പിക്കുളം, കുരിയാക്കുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ ചെറിയ പോഷക നദികൾ ചേരുമ്പോഴാണ്. അപ്പോൾ ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് പറമ്പിക്കുളം, കുരിയാക്കുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നിവ. പ്രശസ്തമായ ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിലാണ്. എറണാകുളം, തൃശ്ശൂർ ജില്ലകൾക്കിടയ്ക്കുള്ള എളന്തിക്കരയിൽ വെച്ച് പെരിയാർ നദിയിൽ ലയിക്കുകയും പിന്നീട് അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ മറ്റേതൊരു നദിയുമായും ചേരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് ചാലക്കുടി പുഴ. 130 കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നു. ഷോളയാർ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതികൾ ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അടുത്തത് കടലുണ്ടി പുഴ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ നീളം കൊണ്ട് 6ാം സ്ഥാനത്തുള്ള നദിയാണ് കടലുണ്ടി പുഴ. കരിമ്പുഴ എന്നും ഈ നദിക്ക് പേരുണ്ട്. സഹ്യപർവ്വതത്തിലെ ചേരിക്കൊമ്പൻ മലയിൽ നിന്നും ഉത്ഭവിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഈ നദിയുടെ നീളം 130 കിലോമീറ്റർ ആണ്. ഒലിപ്പുഴ, വെള്ളിയാർ പുഴ എന്നീ 2 പ്രധാന കൈവഴികളാണ് കടലുണ്ടി പുഴയ്ക്കുള്ളത്. പ്രധാനമായും മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന കടലുണ്ടി പുഴ 1274 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിന് ജലസേചനം പ്രദാനം ചെയ്യുന്നു. ജില്ലാ ആസ്ഥാനമായ മലപ്പുറം, തിരൂരങ്ങാടി എന്നിവയാണ് പുഴയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടക്കുന്ന്, തീർത്ഥാടന കേന്ദ്രമായ മമ്പുറം പള്ളി, കടലുണ്ടി പക്ഷി സങ്കേതം എന്നിവ പുഴയുടെ തീരത്താണ്. കടലുണ്ടി പുഴയെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ നീളം കൊണ്ട് 6ാം സ്ഥാനത്തുള്ള നദിയാണ് കടലുണ്ടി പുഴ. കരിമ്പുഴ എന്നും ഈ നദിക്ക് പേരുണ്ട്. സഹ്യപർവ്വതത്തിലെ ചേരക്കൊമ്പൻ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കടലുണ്ടി പുഴ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഈ നദിയുടെ നീളം 130 കിലോമീറ്റർ ആണ്. ഒലിപ്പുഴ, വെള്ളിയാർ പുഴ എന്നീ 2 പ്രധാന കൈവഴികളാണ് കടലുണ്ടി പുഴയ്ക്കുള്ളത്. പ്രധാനമായും മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന കടലുണ്ടി പുഴ 1274 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിന് ജലസേചനം പ്രദാനം ചെയ്യുന്നുണ്ട്.
ജില്ലാ ആസ്ഥാനമായ മലപ്പുറം, തിരൂരങ്ങാടി എന്നിവയാണ് പുഴയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടക്കുന്ന്, തീർത്ഥാടന കേന്ദ്രമായ മമ്പുറം പള്ളി, കടലുണ്ടി പക്ഷി സങ്കേതം എന്നിവ ഈ പുഴയുടെ തീരത്താണ്. അടുത്തത് കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. ഇത് കേരളത്തിലെ വയനാട് ജില്ലയിലൂടെ ഒഴുകി കർണാടക സംസ്ഥാനത്തിലേക്ക് ഒഴുകുന്നു. കബനി നദിയിലാണ് ബാണാസുര സാഗർ അണക്കെട്ടും കുറുവ ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. പനമരം, മാനന്തവാടി, നൂൽപ്പുഴ, ബാവലി നദി എന്നിവയാണ് കബനി നദിയുടെ പ്രധാന പോഷക നദികൾ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. ഇത് കേരളത്തിലെ വയനാട് ജില്ലയിലൂടെ ഒഴുകി കർണാടക സംസ്ഥാനത്തിലേക്ക് ഒഴുകുന്നു. കബനി നദിയിലാണ് ബാണാസുര സാഗർ അണക്കെട്ടും കുറുവ ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. പനമരം, മാനന്തവാടി, നൂൽപ്പുഴ, ബാവലി നദി എന്നിവയാണ് കബനി നദിയുടെ പ്രധാന പോഷക നദികൾ. അടുത്തത് ഭവാനിപ്പുഴ. തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് 13 കിലോമീറ്റർ കേരളത്തിലൂടെ, അതായത് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഭവാനി. അട്ടപ്പാടിയിലൂടെ കടന്നുപോകുന്ന ശിരുവാണിപ്പുഴയും വരഗരുവും ഭവാനിയുടെ പ്രധാന പോഷക നദികളാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് 13 കിലോമീറ്റർ കേരളത്തിലൂടെ, അതായത് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനി. ഇത് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇത് കാവേരിയുടെ പോഷക നദിയാണ്. ശിരുവാണിപ്പുഴയും വരഗരുവുമാണ് ഇതിൻ്റെ പ്രധാന പോഷക നദികൾ. അടുത്തത് പാമ്പാർ. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. ഇടുക്കിയിലൂടെയാണ് ഇത് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന സ്ഥലത്താണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. ഇത് തലയാർ എന്നും അറിയപ്പെടുന്നു. ഇരവികുളം ദേശീയോദ്യാനത്തിന് സമീപം ഒഴുകുന്ന നദിയാണ് പാമ്പാർ. മയിലാടി, ഇരവികുളം, തീർത്ഥമല, ചങ്ങലാർ, തേനാർ എന്നിവ പാമ്പാറിന്റെ പോഷക നദികളിൽ ചിലതാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ ചേർന്ന് കാവേരി നദിയുടെ പ്രധാന പോഷക നദിയായ അമരാവതി നദിയായി മാറുന്നു. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പാറിനെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണിത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന സ്ഥലത്താണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. ഇത് തലയാർ എന്നും അറിയപ്പെടുന്നു. ഇരവികുളം ദേശീയോദ്യാനത്തിന് സമീപം ഒഴുകുന്ന നദിയാണ് പാമ്പാർ. മയിലാടി, ഇരവികുളം, തീർത്ഥമല, ചങ്ങലാർ, തേനാർ എന്നിവ പാമ്പാറിന്റെ പോഷക നദികളിൽ ചിലതാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ ചേർന്ന് കാവേരി നദിയുടെ പ്രധാന പോഷക നദിയായ അമരാവതി നദിയായി മാറുന്നു. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ്. അടുത്തത് നെയ്യാർ. നെയ്യാർ നദിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നെയ്യാർ. കല്ലാർ, കരവലിയാർ എന്നിവ നെയ്യാറിന്റെ പോഷക നദികളാണ്. നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നുമാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നെയ്യാർ. കല്ലാർ, കരവലിയാർ എന്നിവ നെയ്യാറിന്റെ പോഷക നദികളാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ നദി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത് മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലെ ബലേപ്പുന്നിൽ നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത്. പാവൂറുവാണ് ഇതിന്റെ പ്രധാന പോഷക നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയുമാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പള കായൽ. ഉപ്പള കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. തലപ്പാടി പുഴ എന്നറിയപ്പെടുന്ന നദിയും മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബലേപ്പുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന ഈ നദിയുടെ പോഷക നദി പാവൂറുവാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയുമാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ ഉപ്പള കായലിലാണ് പതിക്കുന്നത്. തലപ്പാടി പുഴ എന്നും ഇത് അറിയപ്പെടുന്നു. അടുത്തത് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനി പുഴ. കാസർഗോഡ് പട്ടണത്തിൽ ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. അപ്പോൾ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനി പുഴ. കാസർഗോഡ് പട്ടണത്തിൽ ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. അപ്പോൾ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മറ്റു നദികളെ, കേരളത്തിലെ നദികളെ, മറ്റു പ്രധാന നദികളെ കുറിച്ചുള്ള വസ്തുതകൾ നമുക്ക് PSC ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള പോലെ നമുക്ക് ക്വസ്റ്റ്യൻ പോയിന്റ് ആയിട്ട് തന്നെ നോക്കാം. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാർ. തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. തലശ്ശേരിയും മാഹിയും യഥാക്രമം ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കോളനികളായതിനാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം വയനാടാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴയാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാർ. തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. തലശ്ശേരിയെയും മാഹിയെയും യഥാക്രമം ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കോളനികളായതിനാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് വയനാട്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ.
ഗൗണ, കവനാർ, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദിയാണ് മീനച്ചിലാർ. ഗൗണ, കവനാർ, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദിയാണ് മീനച്ചിലാർ. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. അരുന്ധതി റോയിയുടെ കോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് വളപട്ടണം നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മഗിരി കുന്നുകൾ എന്ന പേരിലുള്ള ഒരു കുന്ന് വയനാട് ജില്ലയിലുണ്ട്. അത് രണ്ടും മാറരുത്. കർണാടകയിലെ കുടക് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് വളപട്ടണം നദി ഉത്ഭവിക്കുന്നത്, വയനാട് ജില്ലയിൽ നിന്നല്ല. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രധാന നദിയാണ് വളപട്ടണം പുഴ. അപ്പൊ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രധാന നദിയാണ് വളപട്ടണം പുഴ. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണ് വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണ് വളപട്ടണം പുഴ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? കബനി, പാമ്പാർ, ഭവാനി എന്നിവ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. കബനി നദി കർണാടകയിലേക്ക് ഒഴുകി കാവേരി നദിയിൽ ചേരുമ്പോൾ പാമ്പാർ, ഭവാനി നദികൾ തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരി നദിയിൽ ചേരുന്നു. അപ്പോൾ കബനി, പാമ്പാർ, ഭവാനി 3ഉം തമിഴ്നാട്ടിലുള്ള കാവേരി നദിയുടെ പോഷക നദികളാണ്. കാവേരി നദി തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഒഴുകുന്ന നദിയാണ്. അപ്പോൾ കബനി കർണാടകയിലൂടെ ഒഴുകിയിട്ടാണ് കാവേരി നദിയിൽ ചേരുന്നത്. പാമ്പാറും ഭവാനിയും തമിഴ്നാട്ടിലൂടെ ഒഴുകി കാവേരി നദിയിൽ ചേരുന്നു. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയാണ്. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കബനി. കബനി നദിയുടെ മറ്റൊരു പേരാണ് കപില. കേരളത്തിലെ മണ്ണുകൊണ്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടായി ബാണാസുര സാഗർ ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി കുർവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി. അപ്പോൾ ബാണാസുര സാഗർ ഡാമും കുർവ ദ്വീപും നദീജന്യ ദ്വീപായി കുർവ ദ്വീപും സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയും പാമ്പാറാണ്. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. അപ്പൊ ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, 1 കിലോമീറ്റർ അല്ല, 37.5 കിലോമീറ്റർ ആണ്. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടയൂരാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ശിരുവാണി. ഇതുവരെ പറഞ്ഞ ഒന്നുകൂടി നോക്കാം. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാറ്. തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. തലശ്ശേരിയും മാഹിയും യഥാക്രമം ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കോളനികളായതിനാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം വയനാടാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴയാണ്. ഗൗണ, കവനാർ, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി മീനച്ചിലാറാണ്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രധാന നദിയാണ് വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണ് വളപട്ടണം പുഴ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. കബനി കർണാടകയിലൂടെ ഒഴുകി കാവേരി നദിയിൽ ചേരുമ്പോൾ പാമ്പാർ, ഭവാനി എന്നിവ തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരി നദിയിൽ ചേരുന്നു. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിയ നദി കബനിയാണ്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയാണ്. കബനി നദിയുടെ മറ്റൊരു പേര് കപില എന്നാണ്. കേരളത്തിലെ മണ്ണുകൊണ്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുർവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയും പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അടുത്തത് ഭവാനി നദി. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. ഭവാനി നദിയുടെ നീളം 37.5 കിലോമീറ്റർ ആണ്.
ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടയൂരാണ്. മുക്കാലി തടയാണ് സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ശിരുവാണി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നും മുരാട് പുഴ എന്നും അറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. നിലമ്പൂരിലെ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാറാണ്. അപ്പോൾ മുക്കാലി തടയാൻ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിപ്പുഴയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ശിരുവാണിയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നും മുരാട് പുഴ എന്നും അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ ആണ്. ചിമിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. നിലമ്പൂരിലെ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നദി കേരളത്തിലെ ഏറ്റവും ചെറുതും വടക്കേ അറ്റത്തുമായ നദിയാണ്. നെയ്യാർ തിരുവനന്തപുരത്തു കൂടി ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ്. നെയ്യാർ പൂവാറിനടുത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ് പൂവാറ്. അവിടെ പൂവാറിനടുത്ത് നിന്നാണ് അറബിക്കടലിൽ പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹി നദി ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നാണ് കുറ്റ്യാടി നദി അറിയപ്പെടുന്നത്. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന പ്രധാന നദികളിലൊന്നാണ് കല്ലടയാർ. കുളത്തൂപ്പുഴയും ചെന്തരുണി പുഴയുമാണ് കല്ലടയാറിന്റെ പ്രധാന കൈവഴികൾ. പുനലൂർ, പത്തനാപുരം, കുന്നത്തൂർ എന്നിവ കല്ലടയാറിന്റെ തീരത്താണ്. കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ബുക്കർ സമ്മാനം നേടിയ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന നദി മീനച്ചിൽ നദിയാണ്. കോട്ടയം, പാല, പുഞ്ചാർ, ഈരാട്ടുപേട്ട, ഏറ്റുമാനൂർ തുടങ്ങിയവ മീനച്ചിലാറിന്റെ തീരത്തുള്ള പ്രശസ്തമായ സ്ഥലങ്ങളാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കരമനയാർ. തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സായ അരുവിക്കര അണക്കെട്ട് കരമനയാറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വടക്കൻ മലബാറിനെയും തെക്കൻ മലബാറിനെയും കോരപ്പുഴ വേർതിരിക്കുന്നു. കാസർകോട്ടെ പയസ്വിനി നദി തുളുനാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയാണ്. പയസ്വിനി നദി അഥവാ ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി നദി എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ തുളുനാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയാണ് പയസ്വിനി നദി. എരുമേലി, മുണ്ടക്കയം, മുല്ലപ്പള്ളി, നിരണം എന്നിവ മണിമലയാറിന്റെ തീരത്താണ്. തൊടുപുഴയാറും കാളിയാറും കോതയാറും മൂവാറ്റുപുഴയിൽ സംഗമിക്കുന്നു. വൈക്കം, പിറവം എന്നിവ മൂവാറ്റുപുഴയുടെ തീരത്താണ്. എരുമേലി, മുണ്ടക്കയം, മുല്ലപ്പള്ളി, നിരണം എന്നിവ മണിമലയാറിന്റെ തീരത്താണ്. തൊടുപുഴയാറും കാളിയാറും കോതയാറും മൂവാറ്റുപുഴയിൽ സംഗമിക്കുന്നു. വൈക്കം, പിറവം എന്നിവ മൂവാറ്റുപുഴയുടെ തീരത്താണ്. അവ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നദി കേരളത്തിലെ ഏറ്റവും ചെറുതും വടക്കേ അറ്റത്തേതുമായ നദിയാണ്. നെയ്യാർ തിരുവനന്തപുരത്ത് കൂടി ഒഴുകുന്ന നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ്. നെയ്യാർ പൂവാറിനടുത്ത്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമായ പൂവാറിനടുത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ മയ്യഴിപ്പുഴ അഥവാ മാഹി നദി ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നാണ് കുറ്റ്യാടി നദി എന്ന് അറിയപ്പെടുന്നത്. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന പ്രധാന നദികളിലൊന്നാണ് കല്ലടയാർ. അഷ്ടമുടിക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ പതിക്കുന്ന പ്രധാന നദിയാണ് കല്ലടയാർ. കുളത്തൂപ്പുഴയും ചെന്തരുണി പുഴയുമാണ് കല്ലടയാറിന്റെ പ്രധാന കൈവഴികൾ. പുനലൂർ, പത്തനാപുരം, കുന്നത്തൂർ എന്നിവ കല്ലടയാറിന്റെ തീരത്താണ്. കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ബുക്കർ സമ്മാനം നേടിയ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് മീനച്ചിൽ നദി അഥവാ മീനച്ചിലാർ. കോട്ടയം, പാല, പുഞ്ചാർ, ഈരാട്ടുപേട്ട, ഏറ്റുമാനൂർ തുടങ്ങിയവ മീനച്ചിലാറിന്റെ തീരത്തുള്ള പ്രശസ്തമായ സ്ഥലങ്ങളാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കരമനയാറ്. തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സായി അരുവിക്കര അണക്കെട്ട് കരമനയാറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വടക്കൻ മലബാറിനെയും തെക്കൻ മലബാറിനെയും കോരപ്പുഴ വേർതിരിക്കുന്നു. കാസർകോട്ടെ പയസ്വിനി നദി തുളുനാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയാണ്. എരുമേലി, മുണ്ടക്കായി, മുല്ലപ്പള്ളി, നിരണം എന്നിവ മണിമലയാറിന്റെ തീരത്താണ്. തൊടുപുഴയാറും കാളിയാറും കോതയാറും മൂവാറ്റുപുഴയിൽ സംഗമിക്കുന്നു. വൈക്കം, പിറവം എന്നിവ മൂവാറ്റുപുഴയുടെ തീരത്താണ്. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. കേരളത്തിലെ നദികളെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഈ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക്